തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഏറെ സങ്കടകരമായ വാർത്തയായിരുന്നു. പ്രത്യേകിച്ചും ആ അമ്മയുടെ വാക്കുകൾ അത്രയധികം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതാണ്, വിഷമിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. ഇവിടെ ഈ ഒരു മാസത്തിനിടെ 3 കുട്ടികളുടെ മരണം സംഭവിക്കുന്നു. ഈ പ്രതിരോധ വാക്സിനുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആശങ്കകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് ആരോഗ്യവകുപ്പ് നിഷേധിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണം എന്താണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? ടോം, തീർത്തും ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. ഒരു രോഗമുണ്ടായാൽ അതിന് മരുന്ന് കഴിച്ച് രോഗം മാറും, അതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇവിടെ ഈ കുട്ടിയെ, വളരെ നിർധനമായൊരു കുടുംബമാണ് കൊല്ലത്തെ, പക്ഷേ എന്താണോ ആരോഗ്യവകുപ്പ് പറയുന്നത്, ഒരു നായ കടിച്ചാൽ എങ്ങനെ ചികിത്സ നൽകണമെന്ന നിർദ്ദേശമാണോ നൽകുന്നത്, അതേപടി പാലിച്ച ഒരു കുടുംബമാണ് ഈ കുട്ടിയുടെ കുടുംബം. കടിയേറ്റ ഉടൻ തന്നെ മുറിവ് വൃത്തിയായി കഴുകി സോപ്പ് ഉപയോഗിച്ച്, കാരമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകിയതാണ് അമ്മ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ അവരെ കാണുമ്പോൾ അവർ പറഞ്ഞത്. അങ്ങനെ വൃത്തിയായി കഴുകി അതിനുശേഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വാക്സിൻ എടുക്കുന്നു. വീണ്ടും താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു. അവിടെ നിന്ന് 28-ാം തീയതി കുട്ടിക്ക് പനി വരുമ്പോഴാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അമ്മയോട് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ ആ കുട്ടി കാണിച്ചു തുടങ്ങിയത്. അതായത് എന്താണോ ആരോഗ്യവകുപ്പ് പറയുന്നത് അതെല്ലാ ചികിത്സയും ആ കുട്ടിക്ക് ആ കുടുംബം നൽകി. SAT ആശുപത്രിയിലും അതിനുശേഷമുള്ള ചികിത്സ നൽകി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പേവിഷബാധ കുട്ടിക്ക് സ്ഥിരീകരിച്ചിരുന്നു. ഡോക്ടർമാർ പറയുന്നത് ഈ പേവിഷബാധയെ ബന്ധപ്പെട്ട വാക്സിൻ ഇപ്പോഴും 100% ഫലപ്രദം തന്നെയാണ്. 3 ലക്ഷം പേർക്കെങ്കിലും സംസ്ഥാനത്ത് പ്രതിവർഷം ഈ ഒരു ശരാശരി കണക്കാണ് നായകടി ഏൽക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കുന്നുമുണ്ട്. അങ്ങനെ എടുക്കുന്നവരിൽ വളരെ ചുരുങ്ങിയ ശതമാനത്തിന് മാത്രമാണ് ഈ ഒരു പേവിഷബാധ ഏൽക്കുന്നത്. അതിന് കാരണമായി പറയുന്നത്, ഒന്ന്, എവിടെയാണോ കടി ഏൽക്കുന്നത്, എത്രത്തോളം ആഴത്തുള്ള മുറിവാണോ, പ്രത്യേകിച്ചും ഞരമ്പ് ഒരുപാടുള്ള ഭാഗത്ത് കടിയേൽക്കുമ്പോഴാണ് വേഗത്തിൽ ഈ ഒരു വൈറസ് വ്യാപിക്കുന്നത്. അത് തലച്ചോറിലേക്ക് എത്തുകയും അത് പേവിഷബാധയായി മാറുകയും ചെയ്യുന്നത്. ഈ 2 വർഷം വരെ ശരീരത്തിൽ തുടരുന്ന ഒരു കാലയളവുള്ള ഒരു വിഷബാധയാണ് ഈ പേവിഷബാധ. അതുകൊണ്ട് തന്നെ ആ വൈറസുകൾ അത്രയും നാൾ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ സമയം തന്നെയാണ് 15 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കടിയേറ്റാൽ 15 മിനിറ്റിനുള്ളിൽ വൃത്തിയായി നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കഴിയണമെന്നാണ് പറയുന്നത്. ഒഴുക്കുള്ളതെന്ന് പറയുമ്പോൾ പൈപ്പ് തുറന്നു വിട്ട്, അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ശക്തിയായി തന്നെ വെള്ളം അതിലേക്ക് എത്തിച്ച് കഴുകണം. സോപ്പ് അടക്കം ഉപയോഗിച്ച് കഴുകണമെങ്കിൽ അവിടെ ഈ വൈറസിന് വ്യാപനം ഉണ്ടാകില്ല. വൈറസ് അപ്പോൾ തന്നെ ചത്തുപോകും, ആ രീതിയിൽ നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഈ കുട്ടിക്ക് സംഭവിച്ചത് അതിൻ്റെ കൈയുടെ ഞരമ്പൊക്കെ ഉള്ള ഭാഗത്താണ്, കൈമടക്കിൻ്റെ പുറകുവശത്താണ് ഈ കടിയേൽക്കുന്നത്. വലിയ ആഴത്തുള്ള മുറിവായിരുന്നു. മാംസമൊക്കെ പുറത്ത് എല്ലൊക്കെ പുറത്ത് കാണുന്ന തരത്തിലേക്കുള്ള വലിയ മുറിവായിരുന്നു. അവിടെ കഴിയെങ്കിലും ആ മുറിവ് ഉണങ്ങിക്കിട്ടിയെങ്കിലും ഈ വൈറസ് വളരെ വേഗം വ്യാപിച്ചു. പെട്ടെന്ന് ഞരമ്പ് ഉള്ളതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് എത്തി ശരീരത്തിൽ ആ വൈറസിന് വ്യാപനമുണ്ട്. അതായത് ഈ ആൻറ്റി റാബീസ് വാക്സിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വൈറസിൻ്റെ വ്യാപനമുണ്ട്. അതാണ് ഈ രോഗബാധയ്ക്കുള്ള കാരണമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അരയ്ക്ക് മുകളിലോട്ട് ഭാഗത്ത് കടിയേൽക്കുമ്പോഴാണ് സാധാരണഗതിയിൽ വളരെ വേഗം വൈറസ് വ്യാപനം ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് അത്തരത്തിൽ മുഖത്തെ കടിയേൽക്കാനും കാരണം കുട്ടികൾക്ക് അത്രമാത്രം ഉയരമുണ്ടാവുകയുള്ളൂ. അവർക്ക് ഈ നായെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ മുഖത്തോ അല്ലെങ്കിൽ തലയിലോ കടിയേൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പേവിഷബാധയുള്ള നായാണെങ്കിൽ അത് വളരെ വേഗത്തിൽ രോഗവ്യാപനം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നു. അതായത് മുഖത്തൊക്കെ ഒരു വിഷബാധയുള്ള ഒരു നായ കടിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവി കടിച്ചാൽ രോഗം വരുമെന്ന് ഉറപ്പാണ്. അതിന് ഈ വാക്സിൻ്റെ പരിമിതി അവിടെ ഒരു പ്രശ്നമാണ്. പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ പിന്നീട് ഈ രോഗം ഭേദമാകാനുള്ള സാധ്യത വിരളമാണ്. 5-6 പേരാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ അത്തരത്തിൽ ഈ പേവിഷബാധ ഏറ്റ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന്, അല്ലെങ്കിൽ ചികിത്സ പൂർണ്ണമായ ഫലം കണ്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അത് വളരെ ചെറിയ ഒരു കണക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പേവിഷബാധ ഏറ്റ ആളുകൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ വാക്സിൻ എടുക്കണം. വാക്സിൻ എടുത്തവർക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആന്റിബോഡി ശരീരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഈ ഞരമ്പിലൂടെ തലച്ചോറിലേക്കും നട്ടലിലേക്കും
ഈ റാബിസ് ഈ വൈറസ് എത്തിയത്, അത് പേവിഷബാധ എത്തിയതാണ് മരണകാരണമെന്ന് പറയുന്നുണ്ട്. ഞരമ്പിൽ നായയുടെ കടിയേറ്റാൽ പെട്ടെന്ന് തന്നെ വൈറസ് വ്യാപനം സംഭവിക്കും. വാക്സിൻ എടുത്താലും അത് പ്രവർത്തിക്കാൻ സമയമെടുക്കുമെന്നൊക്കെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. പക്ഷേ മറ്റ് 2 കേസുകളും പരിശോധിച്ച് നോക്കിയാലും അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് വിശദീകരണം നൽകുന്നുണ്ടോ? അതായത് അവർ പറയുന്നതനുസരിച്ച്, അവരുടെ വിശദീകരണം അനുസരിച്ച് ഈ വൈറസിൻ്റെ ഈ വാക്സിൻ്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയോ ഒരു പിഴവോ സംഭവിച്ചിട്ടില്ല എന്നാണോ ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നവരുണ്ട്? തീർച്ചയായിട്ടും വാക്സിൻ്റെ കാര്യത്തിൽ ഒരു പിഴവുമില്ല. വാക്സിൻ ഇപ്പോഴും പൂർണ്ണമായും ഫലപ്രദം തന്നെയാണ്. പക്ഷേ ഈ കുട്ടിയുടെ കഴുത്തിൽ കയ്യിൽ ഏറ്റ മുറിവിൻ്റെ ഒരു ആഴമാണ് പ്രധാന പ്രശ്നം. വളരെ വേഗത്തിൽ ഈ ഞരമ്പുള്ള ഭാഗമായതുകൊണ്ട് തന്നെ, നെർവുള്ള ഭാഗമായതുകൊണ്ട് വളരെ വേഗം ഈ അണുവ്യാപനമുണ്ടായി. കോഴിക്കോട്ടെ കുട്ടിക്ക് പറ്റിയതും അതാണ്. തലയിലാണ് കടിയേറ്റത്. തലയും ഇതുപോലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. അവിടെയും ഞരമ്പുകളുടെ വലിയ സാന്നിധ്യമുള്ള പ്രദേശമാണ്. കാലിലോ മറ്റോ കടിയേൽക്കുമ്പോൾ അല്ല, ഇത്തരത്തിൽ അരയ്ക്ക് മുകളിലേക്ക് കടിയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗബാധയുടെ വേഗം, അതാണ് ഏറ്റവും പ്രശ്നമായത്. ഈ ഡോക്ടർമാർ വളരെ കൃത്യമായി പറയുന്നത് ഈ ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് എടുക്കുമ്പോൾ സ്വാഭാവിക ഒരു ആൻറ്റിബോഡി രൂപപ്പെടും. അതായത് ഈ വൈറസ് വ്യാപനം തടയാനുള്ള ഒരു ശേഷി ശരീരം കൈവരിക്കും. ആ ശേഷി കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ വൈറസ് വ്യാപനം ഉണ്ടായി. അതാണ് ഈ കുട്ടിക്കും അതുപോലെ തന്നെ കോഴിക്കോട്ടെ കുട്ടിക്കും ഒക്കെ സംഭവിച്ച കാര്യം അതാണ്. വലിയ മുറിവാണ്. ആ മുറിവിലൂടെ വളരെ വേഗത്തിൽ ഞരമ്പിലൂടെ ഇത് ശരീരത്തിൽ കലർന്നു. അതാണ് സംഭവിക്കുന്നത്. സാധാരണ ഈ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിക്കുന്ന 95% ഇത്തരത്തിൽ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കാത്തവരാണ്, ചികിത്സയിൽ വീഴ്ച വരുത്തുന്നവരാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഈ വാക്സിൻ എടുത്താൽ അപകടം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഈ മുറിവിൻ്റെ ആഴവും വളരെ വേഗത്തിൽ രോഗവ്യാപനം ഉണ്ടായതുമൊക്കെ അതൊരു കാരണവശാലും ഈ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ അതുവരെ വിശ്വസിക്കുകയാണെങ്കിൽ കുട്ടിയുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ ചികിത്സയ്ക്ക് പോയ ആശുപത്രികളുടെ പിഴവല്ല. പക്ഷേ തീർത്തും നിർഭാഗ്യം, എല്ലാ മരുന്നുകൾക്കും അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതി ഈ കുട്ടിയുടെ കാര്യത്തിലും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. പലപ്പോഴും ഈ വാക്സിൻ എടുക്കാതെ പല ആളുകളും മാറി നടക്കാറുണ്ട്. അവിടെയൊക്കെ മരണം ഉറപ്പാണ്, അത് ഈ രോഗവ്യാപനവും ഉറപ്പാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എല്ലാ മുൻകരുതൽ എടുത്തിട്ടും ഉണ്ടായത് തീർത്തും ദൗർഭാഗ്യകരം. ഒരുപക്ഷേ ഈ ആരോഗ്യ വിദഗ്ധർക്ക് പോലും അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് പോലും ഉള്ള പരിമിതിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വാക്സിൻ അപ്പോഴും ഫലപ്രദമാണ്. വാക്സിൻ എടുത്തില്ലെങ്കിൽ മരണം 100% ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് വാക്സിൻ എടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. കോവിഡ് കാലത്തെന്ന പോലെ തന്നെയാണ് ഈ വാക്സിൻ്റെ കാര്യത്തിൽ, ആൻറ്റി റാബീസ് വാക്സിൻ്റെ കാര്യത്തിലും ആരോഗ്യ വിദഗ്ധർ ആ മുന്നറിയിപ്പ് നൽകുന്നത്. വാക്സിൻ എടുത്താൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടാൻ സാധ്യത വളരെയധികം വർദ്ധിക്കും, ഇല്ലെങ്കിൽ അത് കുറയും. ഈ ആൻറ്റി റാബീസ് വാക്സിൻ ഇത്തരം ഒരു പരിമിതി കാണിക്കുന്നത് അത് തന്നെയാണ്. വി അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ വാക്സിൻ്റെ കാര്യത്തിൽ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞാൽ വാക്സിൻ എടുക്കുക, അത് ഒരു 90%-ഓളം തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണിത്. അത് അവിടെയും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞരമ്പിൽ കടിയേറ്റതാണ്, നായയുടെ കടിയേറ്റതാണ് മരണകാരണമായത്.